പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കമലയുടെ വീട്ടിലാണല്ലോ ഇപ്പം എല്ലാവരും വൈകിട്ട് അത്താഴം കഴിക്കാനൊക്കെ എല്ലാവരും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഡൈനിങ് ടേബിളിൽ ഫുഡൊക്കെ വിളമ്പിക്കൊണ്ട് നിൽക്കുന്നത് അലീനയാട്ടോ. അലീനയെ കണ്ണെടുത്താൽ കണ്ടുകൂടല്ലോ വൈജയന്തിക്ക്. പക്ഷേ ഇവിടെ അലീന ഉണ്ടാക്കിയ ഫുഡ് കഴിക്കുകയില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അടുക്കളയിൽ കയറി തന്നെ ഉണ്ടാക്കാനും പറ്റില്ലാത്തതുകൊണ്ട് എല്ലാവരുടെയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അന്നേരം രോഹിത്തിന് ഇനി കോളേജിൽ ഒരു മാസത്തോടെ കഴിഞ്ഞാൽ പോകാം എന്നുള്ള കാര്യമൊക്കെ എല്ലാവരോടും ഡിസ്കസ് ചെയ്യുമ്പം ഇനിയെങ്കിലും മുന്നോട്ടുള്ള ജീവിതത്തിൽ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ശിവൻ. അന്നേരം അത് കേൾക്കുന്ന വൈജയന്തി പറയുവാണ്, കണ്ടോളന്മാരുടെയും ഒക്കെ വാക്ക് കേട്ട് എടുത്തു ചാടിയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അവനിപ്പം നന്നായിട്ട് അറിയാം. അവൻ നന്നായിട്ടിപ്പം അനുഭവിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് എന്നിങ്ങനെ പറയുക. അന്നേരം അത് കമലയ്ക്ക് അങ്ങ് കൊള്ളും. അന്നേരം കമല ചോദിക്കും, അതെന്താ വൈജയന്തി അങ്ങനെ പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്നും അതുകൊണ്ട് ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് എന്നും ഇവിടെയുള്ള അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് പറയുന്നു. അന്നേരം മനു അതിനെ സപ്പോർട്ട് ചെയ്യും. മനു പറയുവാണ്, അത് അമ്മയ്ക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് അമ്മയ്ക്ക് കൊണ്ടത് എന്ന്. ഹരിമോനെ കുറ്റം പറഞ്ഞാൽ കമല വിട്ടുകൊടുക്കത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ചാടി എഴുന്നേക്കും. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും കൂടി കുടിക്കുവോ തിന്നുവോ മറയ്ക്കുവോ എന്ത് വേണമെങ്കിൽ ചെയ്തോ, ഞാൻ ഇനി ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് റൂമിലേക്ക് കയറിപ്പോയി വാതിലടയ്ക്കുവാണേ. അന്നേരം വൈജയന്തിക്ക് ആകെപ്പാടെ ഒരു ചെറിയൊരു വിഷമം തോന്നുന്നുണ്ട്. കാരണം ഇനിയൊരു വാടക വീട് കിട്ടുന്നിടം വരെ അല്ലെങ്കിൽ ഒരു തിരിച്ചുപോക്ക് വരെ നിൽക്കേണ്ടത് ആ വീട്ടിലല്ലേ. കമലയെ പിണയ്ക്കുക കൊണ്ട് അത് പറ്റത്തില്ലല്ലോ. മുഖം ചെറുതായിട്ടൊന്ന് മങ്ങുന്നുണ്ട് വൈജയന്തിയുടെ. പിന്നീട് അലീനയും മനുവും കൂടെ സംസാരിക്കുന്നത് കാണിക്കുന്നു. അലീന മനുവിനോട് പറയുന്നുണ്ട്, പോണം മനുവേട്ടാ, ഞാൻ പോയാൽ മാത്രമേ ഇവിടുത്തെ പ്രശ്നങ്ങൾ എല്ലാം തീരുള്ളൂ എന്ന്. അന്നേരം മനു തിരിച്ചു ചോദിക്കുന്നുണ്ട്, നീ പോയാൽ പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന്. അന്നേരം എന്തായാലും പോകണം. പിന്നെ പോകണം എന്നുള്ളൊരു കാര്യമല്ലാതെ എങ്ങോട്ട് പോകണം എന്ന് എനിക്കറിയത്തില്ല. അതെൻ്റെ മുന്നിൽ കിടന്നിങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അതിനൊരു തീരുമാനം എടുക്കാൻ മനുവേട്ടൻ എന്നെ സഹായിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അലീന ഇത് പറഞ്ഞിട്ടങ്ങ് പോയി കഴിയുമ്പോൾ ഇത്തിരി വിഷമത്തോടെ ഇരിക്കുന്ന മനുവിനെയാണ് കാണിക്കുന്നത്. ശരിക്കും കഥയിൽ അലീന ഇനി ഇവിടുന്ന് പോകുന്നത് അവളുടെ അച്ഛനായ സ്റ്റാൻലിയുടെ അടുത്തോട്ടാണ്. സ്റ്റാൻലിയെ വിളിച്ചു വരുത്തുന്നതും അലീനയെ കൂടെ പറഞ്ഞു വിടുന്നതും ഒക്കെ ബാലചന്ദ്രനാണ്. ബാലചന്ദ്രന് അലീനയെ വിടാൻ ഒട്ടും ഇഷ്ടമില്ല. സ്റ്റാൻലിയുടെ കൂടെ വിട്ട് കഴിഞ്ഞിട്ടും അലീനയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ അല്ലെങ്കിൽ അവൾക്ക് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊക്കെ ഓർത്ത് ആകെ ടെൻഷൻ അടിക്കുന്നതും വിഷമിക്കുന്നതും ഒക്കെ ബാലചന്ദ്രനാട്ടോ. ഏതായാലും പ്രമോ ആയിട്ട് കാണിച്ചത് ഇതൊക്കെ.